ഗുഡ് മോർണിംഗ് എവരിവൺ. ഇന്നത്തെ മാർക്കറ്റ് ഓപ്പണിംഗ് ഗ്യാപ്പ് ഡൗൺ ആണ്. 22.45 പോയിൻറ്റ്സ് ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആണ് ഇന്ന് വരാൻ പോകുന്നത്. ഇന്ന് വീക്ക്ലി എക്സ്പയറി കൂടിയാണ് നിഫ്റ്റി വീക്ക്ലി എക്സ്പയറി. ഇന്നത്തെ ഓപ്പണിംഗ് 24,216.05 24,200 മുകളിലാണ് ഇന്ന് ഓപ്പൺ ചെയ്യുന്നത്. ഒരു ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആണ്. ഇന്ന് എക്സ്പയറി ആയതുകൊണ്ട് തന്നെ നമുക്ക് ട്രേഡ്സ് കിട്ടുമെന്ന് വിചാരിക്കാം. ഇന്നലെ നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ ഒരു സൈഡ് വേസ് ആയിട്ട് തന്നെ ക്ലോസ് ചെയ്തു. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് 5 മിനിറ്റ്സ് ക്യാൻഡിൽ ഒരു ഇൻഡിസിസീവ് ആയിട്ടുള്ളൊരു ക്യാൻഡിലാണ്. ഒരു റിജക്ഷൻ, രണ്ട് സൈഡും റിജക്ഷൻ കാണാം. അപ്പോൾ അങ്ങനെയുള്ള ക്യാൻഡിൽസിൽ നമുക്ക് ബൈയിങ് ആൻഡ് സെല്ലിംഗ് പ്രഷർ ഒരേപോലെയുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു സൈഡ് വേസ് ഡേ ആയിരുന്നു. മാർക്കറ്റ് ഓപ്പൺ ചെയ്തു. $24,100 call options strike price 24,100, 24,150, 24,100 160 ട്രേഡ് ചെയ്യുന്നത്. 24,150 120 115 ലെവലിലാണ് ട്രേഡ് ചെയ്യുന്നത്. പുട്ട് ഓപ്ഷൻ സ്ട്രൈക്ക് പ്രൈസ് നോക്കുകയാണെങ്കിൽ 24,350 പുട്ട് ഓപ്ഷൻ ട്രേഡിംഗ് അറൗണ്ട് 130 130 ട്രേഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ 23,400 നോക്കാം. സോറി 24,400. trading around 180. Okay, ഇത് ഇന്നലത്തെ ഒരു സൈഡ് വൈസ് റേഞ്ച് ബ്രേക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം മാത്രമേ നമുക്കൊരു ട്രെൻഡിങ് ആയിട്ടൊരു മൂവ്മെൻറ്റ് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ ആ ഒരു റേഞ്ചിനകത്ത് തന്നെയാണ് ഇന്ന് ഓപ്പൺ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്യാനോ അല്ലെങ്കിൽ റേഞ്ചിൻ്റെ ഹൈ ആൻഡ് ലോ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് നോക്കേണ്ടതുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് നമ്മുടെ ട്രേഡ് ആക്റ്റീവ് ആവും നമുക്ക് നോക്കാം. ഇന്നലെ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ടാർഗറ്റ് വന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് ആക്റ്റീവ് ആയില്ല ട്രേഡ്. പിന്നെ ആക്റ്റീവ് ആവാതെ ഫസ്റ്റ് ടാർഗറ്റ് ഓൾമോസ്റ്റ് അടുത്ത് വന്നിട്ട് ഫസ്റ്റ് ടാർഗറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ട്രേഡ് നമ്മൾ ക്യാൻസൽ ചെയ്യുകയാണ് ചെയ്യാറ്. അങ്ങനെ ചില ദിവസങ്ങളിൽ നമുക്ക് നോ ട്രേഡ് ആയിരിക്കും, എന്നാൽ പോലും നമുക്ക് നമ്മുടേതായ എൻട്രീസ് മാത്രമായിട്ട് എടുക്കുക എന്നുള്ളൊരു കാര്യത്തിലാണ് ഫോക്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ തന്നെ നമുക്ക് മുന്നോട്ട് പോകാം. അപ്പോൾ എന്തായാലും ഡയറക്ഷണൽ മൂവ്മെൻറ്റിനായിട്ട് നമുക്ക് കൺഫർമേഷനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം എൻട്രി പ്ലാൻ ചെയ്യാം. അപ്പോൾ എന്തായാലും വെയിറ്റ് ചെയ്യാം. ഇന്ന് വീക്ക്ലി എക്സ്പയറി കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് വളരെ പേഷ്യൻസോടുകൂടി വെയിറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. എല്ലാ ദിവസത്തെയും പോലെ തന്നെയാണ് നമ്മുടെ ട്രേഡ് വരാനായിട്ട് വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് നോക്കാം. 24,250 എത്തിയിട്ടുണ്ട് മാർക്കറ്റ്. പോസിറ്റീവിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, നമുക്ക് വെയിറ്റ് ചെയ്യാം. നിഫ്റ്റി 24,250 ലെവലിൽ നിന്ന് താഴേക്കാണ് വന്നിട്ടുള്ളത്. ഫസ്റ്റ് 5 മിനിറ്റ്സിന് ശേഷം
ഇപ്പോൾ 24,200 ലെവൽ ബ്രേക്ക് ചെയ്ത് താഴേക്കാണ് വന്നിട്ടുള്ളത്. നമുക്ക് ഒരു പുട്ട് ഓപ്ഷൻ എൻട്രി ഉണ്ട് 24,400. ഇപ്പോൾ അത് 233 രൂപയിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് 169 അത് വരേണ്ടത്. 169. ഓക്കെ, ഓർഡർ പ്ലേസ് ചെയ്തിട്ടുണ്ട് 169. ഒരു 50-60 പോയിൻറ്റ്സ് താഴേക്ക് വരേണ്ടതുണ്ട്. ഈ ഒരു മൊമെൻറ്റം ഓൾറെഡി വന്നു കഴിഞ്ഞു. അപ്പോൾ ഇനി പുൾ ബാക്ക് വരികയാണെങ്കിൽ മാത്രമേ നമുക്ക് ഇവിടെ ഒരു എൻട്രി കിട്ടാനുള്ള ചാൻസ് ഉള്ളൂ. ഏകദേശം ഒരു 180-170 ലെവലിലേക്ക് ഈ 2 ലെവൽസാണ് സപ്പോർട്ട് ലെവലായിട്ട് വരുന്നത്. അപ്പോൾ ഇപ്പോൾ ഒരു ബ്രേക്ക് ഔട്ട് വന്നിട്ടുണ്ട്. പുട്ട് ഓപ്ഷനിൽ നോക്കുകയാണെങ്കിൽ ഒരു ബ്രേക്ക് ഔട്ട് വന്നിട്ടുണ്ട്. ഇതിലും ചാർട്ട് കാണാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. ഇപ്പോൾ ഇത് 230 ലെവലിൽ നിൽക്കുന്നുണ്ട്. നമുക്കത് വേണ്ടത് 170 അല്ലെങ്കിൽ 180 ലെവലാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓൾറെഡി ഒരു ഓർഡർ പ്ലേസ് ചെയ്തിട്ടുണ്ട് 2 ലോട്ടിനായിട്ട് 169. നമുക്ക് നോക്കാം ഇന്ന് ആക്റ്റീവ് ആവോ ഇല്ലയോ എന്നുള്ളത്. ഇന്ന് വീക്ക്ലി എക്സ്പയറി കൂടി ആയതുകൊണ്ട് നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. ഇന്നും ഒരു സൈഡ് വേസ് ഡേ ആണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ രാവിലെ ഒരു 10:45 ആകുമ്പോൾ ഈ ഒരു ലെവലിലേക്ക് വന്നതിന് ശേഷം ഈ ഒരു 150 24,150 അതുപോലെ തന്നെ 24,200 ലെവലിൻ്റെ ഇടയിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിഫ്റ്റി. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞു രാവിലെ നേരത്തെ ഈ ഒരു വീഡിയോയിൽ തുടക്കത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ രാവിലെ ഈ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്താൽ ഇന്നലത്തെ ആ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്താൽ മാത്രമേ ഒരു മൊമെൻറ്റം നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റൂ. ഇപ്പോൾ ഓൾറെഡി നമുക്ക് നമ്മുടെ ആക്റ്റീവ് ആവാമെന്ന് നമുക്ക് നോക്കാം. 3 മണി ആവാറായി. 10:40 നമ്മൾ പ്ലേസ് ചെയ്ത ഓർഡർ ഇതുവരെ ആക്റ്റീവ് ആയിട്ടില്ല. ഇന്നൊരു പൊസിഷൻസും അതുകൊണ്ട് തന്നെ എടുക്കാനും പറ്റിയിട്ടില്ല. ഇപ്പോൾ അത് 200 ട്രേഡ് ചെയ്യുന്നുണ്ട്. മേ ബി അത് ആക്റ്റീവ് ആവാൻ ചാൻസ് ഉണ്ട്. 20 പോയിൻറ്റ് സ്റ്റോപ്പ് ലോസ് ആണ്. നോക്കാം. 198 വന്നിട്ടുണ്ട്. ഈ ഒരു റേഞ്ചിൽ തന്നെയാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. ബ്രേക്ക് ഔട്ട് വരികയാണെങ്കിൽ നമുക്കൊരു ഡയറക്ഷണൽ ട്രേഡ് കിട്ടുമായിരുന്നു. പക്ഷേ നമുക്ക് ഈ ഒരു റേഞ്ച് ഇന്നലത്തെ റേഞ്ച് ബ്രേക്ക് ചെയ്തിട്ടില്ല. അതിനകത്ത് തന്നെയാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇന്ന് ഒരു നോ ട്രേഡ് ഡേ ആണ് എഗെയിൻ. എന്തായാലും നമ്മുടെ എൻട്രി ആക്റ്റീവ് ആവണമെങ്കിൽ മാത്രമേ നമുക്ക് ട്രേഡ്സ് എടുക്കാൻ പറ്റൂ. നോ ട്രേഡ് ഡേ ബാക്ക് ടു ബാക്ക് വന്നു കഴിഞ്ഞാലും നമുക്ക് അതിനായിട്ട് വെയിറ്റ് ചെയ്യാം. എന്തായാലും ഈ ഒരു ഓർഡർ ക്യാൻസൽ ചെയ്യാൻ തോന്നുന്നു. 3 മണിയുടെ ഒരു മൊമെൻറ്റും കാണുന്നില്ല. 200 ആണ് ഒരു സപ്പോർട്ട് ലെവലായിട്ട് ആക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നാളെ നോക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു ഓർഡർ ക്യാൻസൽ ചെയ്തു. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും നാളെ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നാളെ മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.